ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഈവനിങ്ങിലത്തെ ഒരു ഹോസ്റ്റലിലെ പരിപാടിയൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര തലവേദനയായിരുന്നു. തലവേദന എടുക്കുമ്പോൾ ഞാൻ കാപ്പിയിട്ട് കുടിക്കാറാണ് പതിവ്. 10 രൂപയ്ക്ക് ഇവിടെ ഒരു പാൽ പാക്കറ്റ് കിട്ടും, ചെറിയ പാലിൻ്റെ പാക്കറ്റ്. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് ഒരാൾക്ക് അത്യാവശ്യം നല്ല കോഫി ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് ജോസും അപ്പക്കൂട്ടനും കൂടെ അവർക്ക് വേണ്ടിയിട്ട് ഈ കൂണും മധുരക്കിഴങ്ങും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതും പോയി വീഡിയോ എടുത്തു. എനിക്കിത് കഴിക്കാൻ പറ്റില്ല. മധുരക്കിഴങ്ങ് വണ്ണം കൂടും. കോണ് ശ്വാസം മുട്ടലുള്ളവർക്ക് അത് ശരിക്കും പൊട്ടയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തീരെ കഴിക്കുന്നില്ല. ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു. പിന്നെ എനിക്കത് അങ്ങോട്ട് താല്പര്യം കുറഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കഴിക്കണോണ്ടാണ്. എന്നാലും ഞാൻ ഇവരുണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊക്കെ പോയി എടുത്ത് തിന്നും കേട്ടോ. നാണമില്ലാത്തവൾ. എന്ത് പറയാനാണ്. ഇതും പൊക്കി പിടിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കത്തിയുമ്പോൾ കുത്തിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പുറത്തിങ്ങനെ എൻ്റെ ഒരു ഐഡിയയ്ക്ക് എടുത്താണ്. വൈകുന്നേരം അപ്പുക്കുട്ടനെ പിന്നെയും വിശന്നിട്ട് പുള്ളിക്കാരി അവൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ അവൽ വൻ ചതിയായിപ്പോയി. അരി വേവിച്ച പോലെയായിരുന്നു അവൽ. ലാസ്റ്റ് കുറേ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ അരി നമ്മൾ ശർക്കരയ്ക്കകത്തിട്ട് കുതിർത്ത പോലെയായിരുന്നു. ഭയങ്കര ഫ്ലോപ്പായി പോയിട്ടോ. അത് അവലിൻ്റെ പ്രശ്നമാണ്. ഭയങ്കര അരി പോലെ ഇരിക്കണ ഒരു അവലാണ്. ഇവിടുത്തെ അവൽ ഇങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. രാത്രി പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പോയില്ല. അവസാനം 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പുട്ടുണ്ടാക്കി. പുട്ടിൻ്റെ കൂടെ എന്തോ ഒരു കറിയുടെ പേരൊന്നും എനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കൂട്ടൻ എന്നെ ഒരുക്കി വെച്ചേക്കണുണ്ടോ കുഞ്ഞു കുട്ടികളുമാതിരി പുരിയൊക്കെ എഴുതിയിട്ട്. കാണാൻ രസമൊക്കെ ഉണ്ട് പുരി കഴിച്ച് കഴിഞ്ഞാൽ. വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പുട്ടും പേരറിയാത്ത കറിയോ കൂട്ടി ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിപ്പിച്ചു. ഓക്കെ, താങ്ക് യു ഗായ്സ്.